ശ്രീ പി വി അൻവർ, ഇപ്പോൾ നോക്കൂ, 99 MLA-മാർ ഭരണപക്ഷത്തുണ്ട്. ഇപ്പം അങ്ങ് ആ പക്ഷത്തു നിന്ന് മാറിയാൽ ഈ സർക്കാരിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ എന്നിട്ടുകൂടി നോക്കൂ, താങ്കളോട് CM-ഉം അതേപോലെ തന്നെ പാർട്ടി സെക്രട്ടറിയും അതുപോലെ തന്നെ പാർട്ടിയിലെ പ്രമുഖരായിട്ടുള്ള നേതാക്കളും എടുത്ത സമീപനം എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, വളരെ ഗൗരവതരമായ ആരോപണങ്ങൾ താങ്കൾ വാർത്താ സമ്മേളനം നടത്തി ഉന്നയിക്കുന്നു. ആ ഉന്നയിച്ച ആരോപണങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു പൊതുവേദിയിൽ വെച്ച് മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിക്കുന്നു. ഇതൊരു CPM രീതിയല്ല. കാരണം അങ്ങനെ എന്തെങ്കിലും ഒരു ആരോപണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ഉത്തരവിട്ട് അത് അവിടെ അവസാനിപ്പിക്കാവുന്നേ ഉള്ളൂ. ഒരു പൊതുവേദിയൊന്നും തിരഞ്ഞെടുത്തുകൊണ്ട് വളരെ പെട്ടെന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അതിനോട് പ്രതികരിക്കേണ്ടതില്ല. പക്ഷേ താങ്കൾ ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രി ഒരു പൊതുവേദി, അതും പോലീസ് അസോസിയേഷൻ്റെ വേദി ഉപയോഗിച്ചുകൊണ്ടാണ് അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. 2, 3 വാർത്താ സമ്മേളനങ്ങളിലൂടെ നിരന്തരം തലവേദന ഉണ്ടാക്കിയ താങ്കളെ 4-ാമത്തെ ദിവസം 3/4 മണിക്കൂറോളം CM കാണുകയാണ്. അത് പിണറായി വിജയൻ്റെ ഒരു സ്വഭാവമല്ല. സാധാരണഗതിയിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും വാദമുഖങ്ങളൊക്കെ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കാണാൻ കൂട്ടാക്കാത്തയാളാണ് പിണറായി വിജയൻ. പക്ഷേ താങ്കളെ കാണുന്നു. അത് കഴിഞ്ഞിട്ട് നോക്കൂ, പറയുന്ന AK ബാലനാണെങ്കിലും TP രാമകൃഷ്ണനാണെങ്കിലും മുഹമ്മദ് റിയാസ് ആണെങ്കിലും ഒക്കെ MV ഗോവിന്ദനാണെങ്കിലും ഒക്കെ വളരെ സൗമനസ്യത്തോടുകൂടിയുള്ളൊരു സമീപനം സ്വീകരിക്കുന്നു. പരാതി ഉണ്ടെങ്കിൽ പറയട്ടെ, എഴുതി തരട്ടെ, പരിശോധിക്കും എന്നുള്ളത്. ഇതൊന്നും CPM രീതികളല്ല. പക്ഷേ താങ്കളോട് ഇത്തരത്തിൽ വലിയൊരു മഹാമനസ്കത ആ പാർട്ടിയും ആ പാർട്ടിയുടെ നേതൃത്വവും കാണിക്കുന്നുണ്ട് എങ്കിൽ താങ്കൾക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളിൽ ശുഭപ്രതീക്ഷയുണ്ടോ? ഇല്ല, അവർ മഹാമനസ്കത കാണിക്കുന്നു എന്നത് പറഞ്ഞല്ലോ, അത് ആ പാർട്ടിയുടെ സ്വഭാവമാണ്. നിങ്ങൾ അങ്ങനെയല്ല CPM എന്ന് പറയുമ്പോഴും അങ്ങനെയാണ് CPM എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കർശനമായ നിലപാട് ഈ വിഷയത്തിൽ എടുക്കും എന്ന് തന്നെയാണല്ലോ ഞാൻ ഉറപ്പിച്ചു നിൽക്കുന്നത്. അതിനൊരു സമയമല്ലേ, ആ സമയം വരട്ടെ. അപ്പോ പാർട്ടിയെ സംബന്ധിച്ചും നിങ്ങൾ പറഞ്ഞ ഈ പേരുകൾ പറഞ്ഞ ബഹുമാനപ്പെട്ട നേതാക്കളെ സംബന്ധിച്ചും PV അൻവറിന്റെ മഹത്വമല്ല, PV അൻവർ പറഞ്ഞ കാര്യങ്ങളുടെ മഹത്വമാണ്, അതിന്റെ സീരിയസ്നെസ് ആണ്. അതാണ് പാർട്ടി ഉൾക്കൊണ്ടത്. കൃത്യമായ തെളിവുകളുടെ, സൂചനാ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പരസ്യമായിട്ടാണ് ഞാനിത് നടത്തിയിട്ടുള്ളത്. നിങ്ങൾ ചോദിച്ചു എന്താണ് പാർട്ടിയിൽ ഇത് പറയാതിരുന്നത്, എന്താണ് മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുക്കാതിരുന്നത്? അതിന്റെ കാരണം ഈ എഴുതി കൊടുക്കുന്നതും പറയുന്നതും എല്ലാം ചെല്ലുന്നത് ഈ പറയപ്പെടുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ അടുത്താണ്. അവിടെയാണ്, ആ ബേരിക്കാടിലാണ് ഇതെല്ലാം അങ്ങോട്ട് മുട്ടിയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്. അത് ഞാൻ ഒരുപാട് പരിശ്രമങ്ങൾ നടത്തി, അതിൽ ഞാൻ പരാജയപ്പെട്ടു. ആ പരാജയപ്പെട്ടപ്പോഴാണ് ഇത് പാർട്ടിയുടെയും ജനങ്ങളുടെയും ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കി കൊണ്ടുവേണം ഇനി ഈ കാര്യങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന എൻ്റെ ബോധവും എൻ്റെ ബോധ്യവും എൻ്റെ യുക്തിയുമാണ് പൊതുസമൂഹത്തിൽ ആദ്യം ഞാനിത് പറഞ്ഞത്. അതായത് താങ്കൾ പറയുന്നത് ഈ പറയുന്ന രേഖകളും തെളിവുകളും ഒക്കെ ആയിട്ട് താങ്കൾ നേരെ പോയി കാണേണ്ടി വരുന്നത് P ശശിയെ ആകുമായിരുന്നു. അങ്ങനെ P ശശിയെയാണ് കാണേണ്ടി വരുന്നതെങ്കിൽ ആ പരാതികളെല്ലാം അവിടെ വെച്ച് തന്നെ മുക്കപ്പെടുമായിരുന്നു. അതിനു പകരം ഞാനത് പൊതുസമൂഹത്തിൽ അവതരിപ്പിച്ചതിന് ശേഷം ഒരു നിർബന്ധിത സാഹചര്യം ഉണ്ടാക്കുകയും ആ നിർബന്ധിത സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ CM അങ്ങയെ കാണുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്ര വലിയൊരു അധികാര കേന്ദ്രമായി മുഖ്യമന്ത്രിക്കും പാർട്ടിക്കുമിടയിൽ, മുഖ്യമന്ത്രിക്കും MLA-മാർക്കും ഇടയിൽ, മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമിടയിലെ അത്ര വലിയൊരു തകർക്കാൻ കഴിയാത്ത മതിലായി CM-ന്റെ ഓഫീസിൽ P ശശി വളർന്നു കഴിഞ്ഞോ ശ്രീ PV അൻവർ? അല്ല ഉണ്ണി, ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇപ്പോൾ CM-നെ കണ്ടു, ഈ കാര്യങ്ങൾ മുഴുവൻ എഴുതി കൊടുത്തു. ഞാൻ ഇതിന് മുമ്പ് എഴുതി കൊടുത്താൽ എന്താ ചെയ്യുക? പൊളിറ്റിക്കൽ സെക്രട്ടറി കൊടുക്കും, ഓക്കെ, ശശിക്ക് കൊടുക്കാൻ ശശി എന്നെ കാര്യങ്ങൾ ചെയ്യും എന്നാലേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റൂ. അദ്ദേഹത്തിന് ഇറങ്ങിത്തിരിക്കാൻ പറ്റുമോ? ഇതിന്റെ പിന്നാലെ പോകാൻ പറ്റുമോ? അങ്ങനെയാണോ ഒരു പ്രോട്ടോക്കോള്? അപ്പോൾ സ്വാഭാവികമായും എന്ത് പരാതി കൊടുത്താലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് കൊടുക്കുക. അതിനപ്പുറമുള്ള ഒരു അപ്രമാദിത്വം അദ്ദേഹം എടുക്കാറില്ല. അദ്ദേഹം ഇതിനൊക്കെ അങ്ങേയറ്റം മര്യാദ പാലിക്കുന്ന ഒരു മനുഷ്യനാണ്. എൻ്റെ ജീവിതത്തിലെ 8 വർഷത്തെ അനുഭവം എന്നെ പഠിപ്പിച്ചതാ. എനിക്ക് അദ്ദേഹത്തെ ഡീൽ ചെയ്യാൻ ഒരു പ്രശ്നമില്ല. എൻ്റെ പിതാവ് ഇതേപോലെയായിരുന്നു, ഒരു കടുകട്ടി മനുഷ്യനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഡീൽ ചെയ്ത് എനിക്ക് നല്ല പരിചയമുണ്ട്. പിണറായി വിജയൻ എൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ എനിക്കറിയും എന്താണ് ആ നോട്ടത്തിൻ്റെ അർത്ഥം. അതെൻ്റെ പിതാവ് നോക്കിയിരുന്നപ്പോഴും എനിക്ക് മനസ്സിലായിരുന്നു. ഞാൻ എൻ്റെ പിതാവിനോട് തുല്യമെന്ന് പറയുന്നത് എൻ്റെ പിതാവിൻ്റെ എല്ലാ ക്യാരക്ടറുമുള്ള ഒരു മനുഷ്യനാണ് ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും. ഒരു കടുകട്ടി മനുഷ്യനായിരുന്നു എൻ്റെ പിതാവ്. നിങ്ങൾക്കറിയാം, AICC-യിൽ നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിൻ്റെയും കൂടെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് എൻ്റെ ഫാദർ. നെഹ്റു കുടുംബവുമായിട്ട് അത്ര ബന്ധമുണ്ടായിരുന്ന കുടുംബമാണ് എൻ്റെ കുടുംബം. 1962 എൻ്റെ ഫാദർ പാർലമെന്റിൽ മത്സരിക്കുമോ ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ജവഹർലാൽ നെഹ്റു കേരളത്തിൽ വന്നപ്പം എൻ്റെ വീട്ടിൽ വന്ന അനുഭവമുള്ള ആ വീട്ടിലാണ് ഞാൻ ഇപ്പോഴും താമസിക്കുന്നത്. അപ്പൊ അതിനൊരു സത്യത്തിന്റെയും നീതിയുടെയും
ഒരു നിലപാട് എന്റെ തീർച്ചയായും പി വി അൻവർ, താങ്കൾ ഈ പറഞ്ഞു വന്നപ്പോൾ, അതായത് ഈ ആരോപണത്തിൽ താങ്കൾ ഉറച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ, അത് സ്വാതന്ത്ര്യ സമര സേനാനിയായ പുത്തൻവീട്ടിൽ ഷൗക്കത്ത് അലിയുടെ മകൻ പി വി അൻവറിന്റെ ആർജവം തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ ഒരു പ്രതിപക്ഷം പോലും താങ്കളുടെ വാക്കിന് പിന്നാലെ സമരത്തിനിറങ്ങേണ്ട സാഹചര്യത്തിലാണ് എത്തി നിൽക്കുന്നത്. എം ഹസനൊക്കെ ഇന്ന് താങ്കൾക്ക് പിന്തുണയൊക്കെ വാഗ്ദാനം ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അതായത് പ്രതിപക്ഷത്തിന് സ്വന്തമായി ചൂണ്ടിക്കാണിക്കാൻ ഒന്നുമില്ല, പകരം പി വി അൻവർ തുടങ്ങി വെച്ചതിന് പിന്നാലെ ഓടേണ്ട, സമരം ചെയ്യേണ്ട ഒരു ഗതികേടിലേക്ക് അവർ വരെ എത്തുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് പി വി അൻവറിന്റെ ഒരു നടപടിയുടെ തുടർച്ച തന്നെയാണ്. ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്ന നടപടികൾക്കും താങ്കൾ തന്നെയാണ് ഒരു ക്രുസൈഡറായി മുന്നിലുള്ളത്. അതൊക്കെ അങ്ങനെ പോട്ടെ സുജയ, ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല, മനസ്സിലായില്ലേ? എനിക്കിതിലൊരു ബെനിഫിറ്റും വേണ്ട, എനിക്കിതിലൊരു മാർക്കും വേണ്ട, എനിക്കിതിലൊരു ആളാവും വേണ്ട, എനിക്കിതിലൊരു നേതാവാകും വേണ്ട. എനിക്ക് ഈ പാർട്ടി സംവിധാനം ഇവിടെ നല്ല രീതിയിൽ നിലനിൽക്കണം. അത് നിലനിന്നെങ്കിൽ, ഞാൻ ഒരു കാര്യം കൂടി പറയാം, അത് നിലനിന്നെങ്കിൽ ഈ നാട്ടിലെ പാവങ്ങൾക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഗുണങ്ങളെയും കിട്ടൂ. ഞാൻ ഈ രാഷ്ട്രീയത്തിൽ നിന്നൊരു കാലത്ത് മാറി നിന്നവനാ. രണ്ടാമത് ഞാൻ തിരിച്ചു വരുന്നതിന്റെ കാര്യം സുജയ്ക്കറിയോ? ഒരുപാട് ജനങ്ങൾ രാവിലെ വരും ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട്, നമ്മളോട് കഴിയുന്ന രീതിയിൽ നമ്മൾ സഹായിക്കും. പക്ഷേ ഈ സഹായം കൊണ്ട് ഇത് മതിയാകുന്നില്ല. അപ്പൊ എന്തുകൊണ്ട് ഗവൺമെന്റ് സർക്കാരിലേക്ക് ഒരു പങ്കാളിയായി സർക്കാരിൽ നിന്ന് ഈ സാധുക്കൾക്ക് കിട്ടാനുള്ള സഹായം കൂടി കൊടുത്താൽ അവർക്ക് അത്രയും ആശ്വാസമാകുമല്ലോ എന്ന സതുദ്ദേശത്തോടു കൂടി വീണ്ടും രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച് മത്സരിച്ച് ജയിച്ചവനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ പാവങ്ങൾക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ആശ്വാസങ്ങള്, ഈ പെൻഷനുകള്, ഈ നന്നായ ഈ ആശുപത്രികള്, സ്കൂളുകള് തുടങ്ങിയിട്ട് നിരവധി അനവധിയായ ലൈഫ് പദ്ധതി, ഈ പറയുന്ന കുടുംബശ്രീക്ക് നൽകുന്ന സപ്പോർട്ടുകള്, ഇങ്ങനെയുള്ള ഈ സാധുക്കളുടെ ഒരു ഗവൺമെന്റ്, അതിനെ നയിക്കുന്ന ഒരു പാർട്ടിയും ഒരു മുന്നണിയും അത് ഇവിടെ നിലനിൽക്കണമെന്ന് എന്റെ എന്താ പറയാ, എന്റെ ജീവനക്കാലം എന്റെ വിഷയം അത് തന്നെയാണ്.